സദ്യ ഉണ്ട് ഉച്ചയ്ക്ക്. ഭഗവാന്റെ പിറന്നാളാണല്ലോ. അപ്പോൾ സാധാരണ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ഓണത്തിനും വിഷുവിനൊക്കെ ആണെങ്കിൽ ശബരിമലയിൽ ഓണസദ്യ, വിഷു സദ്യയൊക്കെ ഉണ്ട്, ഉത്രാട സദ്യ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആറന്മുള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഗുരുവായൂരുണ്ട് സദ്യ. പക്ഷെ ഇവിടെയൊക്കെ ഈ സദ്യ വിളമ്പുന്നതിന് മുമ്പ് ഉണ്ടാക്കിയ ചോറ്, കൂട്ടാൻ, കറികൾ, പായസം ഉൾപ്പെടെ വെച്ച് ഭഗവാന് പൂജ നടത്തിയിട്ടാണ് ഭക്തജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. അപ്പോൾ വാസവൻ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഭഗവാന് നേദ്യം കഴിഞ്ഞിട്ടില്ല. ഈ ഭഗവാന് നേദ്യം കഴിയുമ്പോഴേക്ക് എനിക്ക് ഗ്യാസിൻ്റെ അസുഖമുള്ള ആളാണ്. അപ്പോൾ ഭക്ഷണ സമയത്ത് ചെന്നില്ലെങ്കിൽ പിന്നെ ഇവിടെ മൊത്തം പ്രശ്നമാവും. അതുകൊണ്ട് എനിക്ക് തന്നോ, ബാക്കി ഭഗവാന് സൗകര്യം പോലെ കൊടുത്തോ എന്ന് പറഞ്ഞ് അവിടെ സദ്യ കഴിച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ തന്ത്രി നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്, ആചാര ലംഘനത്തിന് പിഴ അടയ്ക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴും ഇത് തന്നെ പരിപാടി. ക്ഷേത്രങ്ങൾ ഇതിനെ ഈ വിദ്വാൻ അമ്പലത്തിൽ ചെന്നാൽ തൊഴുകണ്ടേ, വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പോട്ടെ. ദേവസ്വം മന്ത്രി എന്നല്ലേ പറയുന്നത്. അവിടെ ചെന്ന് ഇങ്ങനെ കൈ കെട്ടിയിരിക്കുക, എന്തൊക്കെയുണ്ട് വിശേഷം, ദിയാണോ ഭക്തരെ സംരക്ഷിക്കാൻ പോകുന്നു. ഞാനിപ്പോൾ ഓർക്കുന്നത് ശ്രീമാൻ സി അച്യുതമേനോൻ. അച്യുതമേനോൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നല്ലോ. അത് എനിക്ക് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ പാർട്ടി യോഗത്തിൽ, നമ്മൾ വിശ്വാസികളല്ലല്ലോ, പിന്നെ നമ്മുടെ പ്രതിനിധികൾ എന്തിനാ ദേവസ്വം ബോർഡിൽ പോയിരിക്കുന്നത്? ആദ്യം ചോദിച്ച കമ്മ്യൂണിസ്റ്റുകാരൻ സി അച്യുതമേനോൻ. അദ്ദേഹം രണ്ടാമതൊന്നും കൂടെ ചോദിച്ചു കേട്ടോ. 91 പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന KP പ്രഭാകരൻ്റെ മകൻ KP രാജേന്ദ്രന്, അന്ന് രാജേന്ദ്രൻ ഇത്രയും ഇപ്പോൾ വലിയ സീനിയറായിപ്പോയി, അന്ന് ആരും അറിയില്ല. അദ്ദേഹത്തിനെ 91 തൃശ്ശൂർ പാർലമെൻറ്റിൽ സ്ഥാനാർത്ഥിയാക്കി. അപ്പോൾ അച്യുതമേനോൻ പറഞ്ഞു, 2 വർഷം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ കരുണാകരൻ്റെ മകനെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയ നമ്മുടെ പ്രസ്ഥാനം എന്ത് യോഗ്യതയിലാണ് രാജേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കുന്നത് അന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വാസികളോടൊപ്പം നിൽക്കണം. വിശ്വാസികളുടെ ഭാവത്തിൽ അവിശ്വാസം പ്രചരിപ്പിക്കാൻ നോക്കിയാൽ അത് ദൈവം വിടാൻ പോകുന്നില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും കോൺഗ്രസും UDF ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള നിലപാടാണ് എടുത്തിട്ടുള്ളത്. ഈ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് വരെ ഞങ്ങൾ ഈ വിശ്വാസ സംരക്ഷണവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും.